ഒരു കഷ്ണം കിഴങ്ങ് വേണം. ഒന്നാ രണ്ടാ കഷ്ണം എടുത്തു കൊടുക്കും. കാണുന്നില്ല, കിഴങ്ങ് കാണുന്നില്ല. കിഴങ്ങ് വേവിച്ചിങ്ങോട്ട് ഉടച്ചിങ്ങനെ പരിവാക്കിട്ട് ആ ഗ്രേവിയിലേക്കല്ലേ നമ്മൾ പിന്നെ ഒരുപാടൊന്ന് പറയുമ്പോഴേ കുഴമ്പായിട്ട് അനങ്ങാൻ പറ്റാത്ത പരിവായി പോകും. ഇനി ഞാൻ പറയണോ? ഇത് ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ കോളിഫ്ലവർ കറി. ക്ലീറ്റോന്റെ കണ്ണില് മുളക് പൊടി വാരിയിട്ട് ഇട്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുക്കളയില് ഒരു കണ്ടൻ കള്ള പൂച്ച കയറി. ആ പൂച്ച ഞങ്ങളുടെ കറി അവിടെ നിന്ന് വേറെ പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് അങ്ങ് പ്രതിഷ്ഠിച്ച്. ഇനിയിപ്പോ കാര്യം പറയും. ഇത് വ്യക്തമായിട്ട് പറ. അന്നേരം അമ്മാവിന്റെ അടുത്ത് പറഞ്ഞില്ല, ചുമ്മാ ആവശ്യമില്ല പെണ്ണുങ്ങളോട് തർക്കിക്കാൻ പോകും. അതെ, ഒരു കാര്യം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ ചങ്കാണ്. എവളുണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാണ് എനിക്ക് ഈ തടി കണ്ടുകൊണ്ടായി. അതെ, പിന്നെ ഇതെന്താണ് എന്നെ പൊന്നെ പോലെയാണ് അവള് നോക്കണത്. അങ്ങനെയുള്ള ഭാര്യമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ഞങ്ങള് തമാശ ടോസ് ഇടുക. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്നല്ലോ. പിന്നെ ഒരു കാര്യം, സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കരുത് കേട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ കച്ചവടം. കുടുംബത്തിലെ മുളകുപൊടി കളക്കരുത്. അതെ, ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. വിളിച്ചതാ, ഒരുപാട് അങ്ങ് കേറണ്ട കേട്ടല്ലോ. എടാ, ഇത് നളപാചകല്ല. എന്തുവാ? ചളപാചകം. അതിനൊക്കെ ഒരു മരുങ്ങുണ്ട്. നീ പറഞ്ഞ മറ്റേ ഹോട്ടലിലെ ആളും നാളനും ഷാപ്പിലും കറി ഉണ്ടാക്കുന്ന ആളൊക്കെ ഒരു ദിവസം നേരം വിളിക്കാൻ അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കിയതല്ല. അവരൊക്കെ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിനൊരു കൈപ്പാങ്ങുണ്ട്, അവർക്ക് കൈപ്പുണ്യമുണ്ട്. അതൊക്കെ കൊണ്ട് അവരുണ്ടാക്കിയതാ. അല്ല, അതെല്ലാം എല്ലാവർക്കും അങ്ങ് പറ്റൂല. കേട്ടല്ലോ. 3 കൂടെ ഇറങ്ങിയേക്കുക, തോപ്പിക്കാൻ ഇറങ്ങിയേക്കുന്നു. എന്നാ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പറഞ്ഞെടുത്തോളം മതി. അതല്ല, ബിരിയാണി മട്ടൻ വേണോ ചിക്കൻ വേണോന്ന്? മട്ടൻ.